വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ രസകാളൻ്റെ റെസിപ്പി കാണാം. കാളൻ നമ്മൾ പലതരത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറുക്ക് കാളനും സാധാരണയുള്ള കാളനും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ രസകാളൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പലതരത്തിലുള്ള വെജിറ്റബിൾസ് നമുക്ക് ചേർക്കാം. അപ്പം ആദ്യം നമുക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. മത്തങ്ങ 1/2 കപ്പ്. നമ്മുടെ ചാനൽ ഉപയോഗിക്കുന്ന എല്ലാം സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പും സ്പൂണും ഉപയോഗിച്ചിട്ടുള്ള അളവുകളാണ്. ഇതൊരു 1/3 കപ്പ് കായ അല്ലെങ്കിൽ ഒരു ചെറിയ കായ എടുത്താൽ മതി. 1/2 കപ്പ് കുമ്പളങ്ങ. ഇതിലേക്ക് 2 പച്ചമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പില. നമ്മൾ കുക്ക് ചെയ്യുന്നത് പുളിവെള്ളത്തിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു കഷ്ണം പുളി എടുക്കാം. പുളിവെള്ളത്തിൽ നമുക്ക് വെജിറ്റബിൾസ് വേവിച്ചെടുക്കാം. വേവിക്കുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഞാനൊരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു നുള്ള് കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് വേവിക്കാം. വെള്ളം കുറച്ചും കൂടെ ചേർക്കാം. നകയ്ക്ക വെള്ളം ഉണ്ടാവണം. പച്ചക്കറിയുടെ ലെവലിൽ നമ്മൾ വെള്ളം ചേർത്ത് ഇനി ഇത് നന്നായിട്ട് വേവണം. അതുവരെ വേവിച്ചെടുക്കുക. വെജിറ്റബിൾസ് ഇവിടെ വേവുന്ന സമയം കൊണ്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് വറുത്തെടുക്കാം. വറുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന എണ്ണയ്ക്കകത്തല്ല, ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ അരി, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉലുവ. അപ്പം അരിയും ഉലുവായും മൂത്തു. ഇതേപോലെ ഓഫ് ചെയ്തിടാം. ഇതിന് പ്രത്യേക ഫ്ലേവർ കിട്ടും ഈ ഉലുവ മൂപ്പിച്ചൊക്കെ ചേർക്കുന്നതുകൊണ്ട്. അരി മാത്രമല്ല, അരി നമുക്ക് കൊഴുപ്പും കിട്ടും, കറിക്കൊരു നല്ല തിക്നെസ്സും കിട്ടും. കൂളാവട്ടെ. ഈ മിക്സർ നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങി. ഇതിന് തീ കുറച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പം വെജിറ്റബിൾസ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയുടെ മിക്സ്ചർ റെഡിയാക്കി എടുക്കാം. ഒരു മിക്സി ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ, ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളകും കൂടെ ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മിക്സ്ചർ കൂടി ഇതിനകത്തേക്ക് ചേർക്കാം. ഇത് അരയ്ക്കാനായിട്ട് വെള്ളമോ തൈരോ ചേർക്കാം. ഞാൻ ആദ്യം ഇത് തന്നെ അരയ്ക്കുകയാണ്. അതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരയ്ക്കും. ഇതിലേക്ക് വെള്ളം കൂടെ ചേർത്ത് അരയ്ക്കാം. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്തു മാറ്റി വെക്കാം. ഇവിടെ വെജിറ്റബിൾസ് ഒക്കെ വെന്തു. നമ്മൾ ഉപ്പിട്ട് ചേർത്തിട്ടില്ല, ഉപ്പ് ചേർക്കണം. മുരിങ്ങയ്ക്ക ചേർക്കാം. ഈ സമയത്ത് മുരിങ്ങയ്ക്ക ചേർക്കാം. ഒരു മുരിങ്ങയ്ക്കയാണ്, ഒരു ചെറിയ മുരിങ്ങയ്ക്കയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കാം. വെള്ളം ശകലം കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർക്കുകയാണ്. ഇനി മുരിങ്ങയ്ക്ക വെന്ത ശേഷമാണ് നമ്മൾ അരപ്പ് ചേർക്കുക. വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പം മുരിങ്ങയ്ക്കയും വെന്തു. ഇനി അരപ്പ് ചേർക്കാൻ ടൈമായി.
മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ബാക്കി അരപ്പ് കൂടെ ഒഴിക്കാം. ഇതിൻ്റെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ശർക്കര ഇടും. നാലര ടീസ്പൂൺ ശർക്കരയാണ് ഞാൻ ചേർത്തത്, അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ശർക്കര. പുളിയെല്ലാം ഒന്ന് ബാലൻസ് ആവാനായിട്ടാണ്. ചെറിയൊരു മധുരം ഉണ്ടാവും രസക്കാളന്. ഇവിടെ അരപ്പ് റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര് റെഡിയാക്കി എടുക്കാം. ഇവിടെ എടുത്തേക്കുന്നത് 3/4 കപ്പ് തിക്കായിട്ടുള്ള തൈരാണ്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഉടച്ചെടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തു. ഇതിലേക്ക് ഉടച്ചു വെച്ചേക്കുന്ന തൈരോടെ ചേർക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓഫ് ചെയ്യുക. ഇത് കൽച്ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് പിരിഞ്ഞു പോകും. അപ്പോൾ എപ്പോഴും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പും ശർക്കരയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. പുളി കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ശർക്കര ഇടുക, അഡ്ജസ്റ്റ് ചെയ്യുക. അതേപോലെ ഉപ്പും നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കുക. ഞാനിപ്പോൾ മൊത്തം ഒരു 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തേക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് കടുക് വറുത്ത് ചേർക്കാം. അപ്പോൾ കടുക് വറുക്കാനായിട്ട് നെയ്യാണ് ഉപയോഗിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യിലോ വെളിച്ചെണ്ണയിലോ ചേർക്കാം. നെയ്യാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്യട്ടെ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, കുറച്ച് കറിവേപ്പില, ഒരു വറ്റൽമുളക് കീറിയിട്ടത്. നന്നായി മൂത്ത് വരുമ്പോൾ ഒരു നുള്ള ഉലുവാപ്പൊടി ചേർക്കാം. ഒരു പിഞ്ച് മതി. നമ്മൾ ഓൾറെഡി ഉലുവ മൂപ്പിച്ച് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാം. നമ്മുടെ രസക്കാളൻ റെഡിയാണ്. ഈ ഒരു അയവിൽ നമ്മൾ എടുത്തേക്കുന്നത്. ഒത്തിരി തിക്കല്ല, എന്നാൽ ഒത്തിരി ലൂസും അല്ല. ഈ ഒരു പരുവം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കാളിന് വെച്ചിട്ട് വളരെ വ്യത്യാസമായിട്ടുള്ള ടേസ്റ്റാണ് ഈ രസക്കാളിനകത്ത്. നമ്മൾ ഉലുവയും അരിയൊക്കെ മൂപ്പിച്ച് ചേർത്തുകൊണ്ട് തന്നെ ടേസ്റ്റ് വ്യത്യാസമാണ്. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺ ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്.